LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. എന്താടാ നീ എന്താ ഉമ്മറത്തൊന്ന് മല നടക്കുന്നത്? ഒന്നുമില്ല. വയ്യേ വയ്യേ വയ്യ വയ്യൊന്നുമില്ലല്ലോ. എനിക്കതിന് പനിയൊന്നുമല്ല. ഞാൻ പറഞ്ഞ നിനക്ക് എന്താ പറ്റിയത്? ഒരു സുഖമല്ലടി, വയ്യ അത്ര തന്നെ. അല്ല ഇന്ന് കോളേജിൽ എന്താണ് ഫെസ്റ്റ് ഇല്ലേ? പോണില്ലേ? അത് പോണില്ല, പിന്നെ എപ്പോഴേലും പോവാ. എന്താണ് കാര്യം? എടി ഇപ്പം അങ്ങനെ പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുഴപ്പമൊന്നും ഇല്ലേന്ന് ചോദിച്ചാ കുഴപ്പമുണ്ട് താനും. എല്ലാം ശരിയാവുന്ന ഒരു ശുഭപ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കണം. അങ്ങനത്തെ പ്രതീക്ഷയിലിരിക്കാനാണെങ്കിൽ മക്കൾ ഇരിക്കത്തേ ഉള്ളു അവിടെ. നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ നീ എണീറ്റ് പോയി നേടണം, അല്ലാണ്ട് ഒരാളും നിന്റെ മുന്നിൽ കൊണ്ടുവച്ച് തരാൻ പോകില്ല കേട്ടോ. നീ ഇപ്പൊ സമാധാനം ഇവിടെ കിടന്ന് എന്നെ വിളിച്ച് ഉപദേശിക്കണം. പിന്നെ അല്ലാണ്ട് ഈ സമയത്ത് വെറുതെ വീടിന്റെ ഫ്രണ്ടിൽ മല നടന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉത്തരവാദിത്തബോധമൊക്കെ വേണോട്ടോ കേശുവേ. இவ்வளவு சீக்கிரம் நீ திரும்பி வந்துட்டியா? അതൊരു പ്രശ്നമാ? ஒரு பிரச்சனை இல்ல. എന്നാ ധാരാളമാ செல்லுங்க. டே கேசோ, கொஞ்சம் அல்லற சில்லற பொருள் எல்லாம் வாங்குறதுக்கு இருக்கு. நீ இப்ப போயிட்டு வரியா? போடா. ஆமா, இப்பவே தான் போயிட்டு வாடா. വയ്യ. என்ன வையா? വയ്യാണ് ആന്റി, ആന്റി പൊക്കൂടെ? டேய் இப்ப எனக்கு போக முடியாதுடா. ഇപ്പം അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ என்னடா இது, உனக்கு இவ்வளவு முடியலையா? അങ്ങനൊന്നുമില്ല. சரி அப்படின்னா வேண்டாம், நான் இருக்கிறத வச்சு அட்ஜஸ்ட் செய்யறேன். சாயங்காலம் நான் கடையில போகும்போது எல்லாமே வாங்கிட்டு வரேன். உட்காந்துக்கோ. ക്ലൈമറ്റ് അങ്ങോട്ട് ശരിയല്ലല്ലോ. എന്താ കിടക്കുന്നേ? ഞാൻ ചുമ്മാ കിടന്ന്. നീ എന്തോ കടയിൽ പോകാൻ പറഞ്ഞു, വയ്യാന്ന് പറഞ്ഞു. എടാ മടി പിടിച്ചിരിക്കാതെ പോയിട്ട് വാ. അയ്യോ അങ്ങനല്ല മുമ്പ് ഞാൻ പറഞ്ഞ കനാന്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ്. കനാൻറ്റി ഞാൻ വേണമെങ്കിൽ പോവാന്ന്. അപ്പൊ കനാൻറ്റി പറഞ്ഞ കനാൻറ്റി ഇവിടെ ഉള്ള സാധനം വെച്ച് എന്താ അഡ്ജസ്റ്റ് ചെയ്തോളാന്നോ, വൈകിട്ട് പോകുമ്പോ കനാൻറ്റി മേടിച്ചോളാന്നൊക്കെ എന്നോട് പറഞ്ഞു. നീ 2 ദിവസം കൊണ്ട് പടവലത്ത് പോവാന്ന് പറയുന്നില്ലയോ? എന്നിട്ട് നീ അതിനും പോയില്ലല്ലോ. ഞായറാഴ്ച പോവാ. എടാ നീ ഇങ്ങനെ മടി പിടിച്ചിരുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? എന്താ സംഭവം? കനക അവനോട് കടയിൽ പോയിട്ട് വരാൻ പറഞ്ഞു, അവന് വയ്യാന്ന് പറഞ്ഞു. 2 ദിവസം കൊണ്ട് ഞാൻ പറയുക പടവലത്ത് പോയാൽ ഷീറ്റൊക്കെ കൊടുത്തിട്ട് വരാന്, അതും അവന് വയ്യാന്ന്. നിനക്ക് എന്താടാ പോയാ? വണ്ടി ഇരിക്കല്ലേ, വണ്ടിയും കൊണ്ട് പോയാ പോരെ? വണ്ടി പെട്രോൾ ഇല്ല. പെട്രോൾ ഇല്ലേ? പെട്രോൾ തീർന്നുപോയി, വറ്റിയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണം. അത് പെട്രോൾ തീർന്ന കാര്യം നീ അറിഞ്ഞില്ലേ? ശ്രദ്ധിച്ചില്ല. നിന്റെ ശ്രദ്ധയൊക്കെ എവിടെ കിടക്കുക? പെട്രോൾ അടിക്കാൻ കാശില്ലാത്തോണ്ട് ആ കാര്യം ഓർത്തുമില്ല. അമ്മമ്മേ പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്ക്. അവൻ പെട്രോൾ ആദ്യം മേടിച്ചുകൊണ്ട് വരട്ടെ, എന്നിട്ട് കടയിൽ പോയി സാധനങ്ങളും മേടിച്ച് അതുവഴി പടവലത്ത് പോയിട്ട് പൊന്നിമോർണിംഗ് വന്നാൽ മതി. 500 രൂപ തരാം. ഇനി ഒരാഴ്ചത്തേക്കിന് കാശ് ചോദിക്കരുത്. അല്ല നീ ഇന്ന് കോളേജിൽ പോണെന്ന് പറഞ്ഞിട്ട് പോണില്ലേ? വയ്യൊരു മൂടില്ല, പിന്നെ പോവാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോന്നു? അല്ല മൂടില്ല വയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചാ. നമുക്ക് എന്തൊരു പ്രശ്നം? ഒരു പ്രശ്നമില്ല. പ്രശ്നമൊന്നുമില്ലെങ്കിൽ എന്നാ പിന്നെ കുത്തിരി. പിന്നെ പെട്രോൾ അടിച്ചിടാ ബില്ല് തരണം. ബില്ല്? അതെന്തിന്? തരുന്ന പൈസക്ക് എത്ര ഞാൻ പെട്രോൾ അടിക്കുന്നുണ്ടോന്ന് അറിയാൻ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ ചേച്ചി പറയുന്ന മോനെ അങ്ങ് കേട്ടാ മതി. ശരി ശരി, തരാം. എന്തോന്ന് കോ? ഒന്നുമില്ല, ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. ബില്ല് തന്നാ പോരെ, തരാ.
എടാ ഞാൻ ഉച്ചയ്ക്ക് അങ്ങ് എത്തിക്കോളാം. ശരി ശരി, നീ ബൈ. കേശു കേശു, എന്താ? എനിക്ക് തൃപ്പൂണിത്തറ പോവാൻ വേണ്ടി വണ്ടി വേണം. കുറച്ച് കഴിഞ്ഞ് എനിക്ക് തൃപ്പൂണിത്തറ പോണം. അപ്പൊ എനിക്ക് നിന്റെ വണ്ടി വേണം. വണ്ടിയില് പെട്രോൾ ഇല്ല. പെട്രോൾ ഇല്ലേ? ഓ, പുതിയ വണ്ടി വാങ്ങിച്ചു വെച്ചിട്ട് നീ ദാരിദ്ര്യം പറയണ? അത് മാത്രമല്ല, എനിക്ക് കുറച്ച് കഴിയുമ്പം പടവലം വരെ പോണം. പടവലത്ത് പോണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, പടവലത്ത് പോണ വഴിക്ക് എന്നെ തൃപ്പൂണിത്തറ ഇറക്ക്. ഞാൻ ചിലപ്പം പടവലം പോവില്ല. പിന്നെ എനിക്ക് കട വരെ പോണം ഇവിടെ. എന്നാ നീ കടയിൽ പോയിട്ട് വന്ന് എനിക്ക് വണ്ടി തന്നാ മതി. കടയിൽ പോണ വഴിക്ക് നീ പെട്രോൾ വാങ്ങിച്ച് വണ്ടിയിൽ ഒഴി, എന്നിട്ട് എനിക്ക് വണ്ടി താ. പോണ വഴിക്ക് ഞാൻ 200 രൂപയ്ക്ക് അടിച്ചോളാം. അമ്മായി എവിടെ പോണം? ഞാൻ തൃപ്പൂണിത്തറ വരെ പോണം. എന്നാ പിന്നെ ഞാൻ വരട്ടെ. വേണ്ടടാ, നീ വന്നാ ശരിയാവൂല. ഡേയ് ഡാ, 200 രൂപയ്ക്ക് അടിച്ചോളം പെട്രോള്. 500 രൂപ പെട്രോൾ അടിക്കാൻ അമ്മൂമ്മ തന്നെങ്കിൽ പിന്നെ ആ പൈസ കൊണ്ട് നിനക്ക് പെട്രോൾ അടിച്ചൂടി? എനിക്കിപ്പോ പറ്റൂല. എന്തോടാ എടാ, താഴെ ഇത്തിരി വണ്ടി. നീ ഇതൊരു പെട്രോൾ മേടിക്കാൻ പോയില്ലേ? എടാ നിന്റെ അടുത്ത് ചോദിക്കണേ. എണ്ണീര് ഇപ്പൊ പെട്രോൾ മേടിച്ചോണ്ട് പോവാ, ചെല്ല്. തനിക്കൊക്കെ പെട്രോൾ മേടിക്കുന്ന ഒരു കാര്യം, നിങ്ങളെല്ലാവരും പെട്രോൾ മേടിച്ചോണ്ട് വണ്ടിക്കകത്ത് പോയി അല്ലേ? പിന്നെ പെട്രോൾ മേടിന്ന് പറഞ്ഞിട്ട് സ്വത്തോട്ട് കൊടുത്തിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല. ഹലോ ഹലോ, വണ്ടിയിലെ പെട്രോൾ തീർത്താ നീയല്ലേ? അപ്പൊ നീ പോയി മേടിച്ചോണ്ട് പോവാ. പെട്രോൾ പറഞ്ഞിടത്തൊന്നും ഞാൻ സ്ട്രോ ആയിട്ട് ഊറ്റി കുടിച്ചത് നല്ലല്ല. പെട്രോൾ വണ്ടി ഓടിയപ്പോ തീർന്നല്ലേ? ഇപ്പൊ എനിക്ക് മേടിക്കാൻ വയ്യ. പിന്നെ നിന്നെ കൊണ്ട് എപ്പ പറ്റും? എന്നെ കൊണ്ട് ഇപ്പൊ പറ്റൂല, അത്ര തന്നെ. എന്നാ പൊന്നുമോനെ ഒരു കാര്യം ചെയ്യ്, വണ്ടിയുടെ താക്കോലും ആ പൈസ ഇങ്ങതാ. വണ്ടിയുടെ താക്കോലും ആ പൈസ തന്നതാ. വണ്ടിയുടെ താക്കോല് അമ്മ 500 രൂപ. മോന്റെ വണ്ടിയിലുള്ള കറക്കം ഇന്നത്തോടെ അങ്ങ് നിർത്തിക്കോ. ഇതെന്ത് ആടെ കൊറേ നേരമായിട്ട് പിറുപിറുന്ന് കിടന്നോണ്ട്? എന്തോന്നറിയ നിനക്ക്? നിങ്ങൾക്കൊക്കെ എന്തിനാണ്? കുറച്ചൊരു മനുഷ്യനെ മിണ്ടായിരിക്കാൻ സമയക്കൂലേ? നിനക്ക് മിണ്ടായിക്കണത് നീ വല്ല പാർക്കിലും പോയി. ചേച്ചുമാ ചൊറിയാതെ പോയി. എന്നാ പിന്നെ മെർലിൻ ചേച്ചിയെ കൂടെ വിളിച്ചോ? എവിടെ ഉണ്ടല്ലോ ഞാൻ ഇന്ന് തൊട്ട് നോക്കുന്നേ കൊച്ചിനെ, നീ വാങ്ങുമല്ലോ. എടാ നിനക്ക് എന്താടാ ഫുള്ള് തിരിഞ്ഞിരിക്കുവാണല്ലോ. അമ്മായിക്ക് എന്തിനാ അമ്മായി പ്രശ്നം? ചേച്ചിക്ക് എന്തിനാണ് പ്രശ്നം? ചേച്ചി ചില കാര്യം നോക്കി പോണണ്ടാ. ചേച്ചിയുടെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്, നീ നിന്റെ കാര്യം നോക്കിയാ മതി. ഞാൻ എന്റെ കാര്യം എന്തിനു നോക്കേ? ഈ വീട്ടിലുള്ള എല്ലാ കാര്യവും നിന്റെ കാര്യമാണ്. ഈ വീട്ടിലുള്ള എല്ലാ കാര്യവും നോക്കാൻ ഞാൻ എന്തിനാ ഈ വീട്ടിലെ കഴുതേ? ഓ, അപ്പൊ കഴുതയാണെന്ന് സമ്മതിച്ച്. എന്താ എന്താ ഇവിടെ പ്രശ്നം? 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കാം അമ്മൂമ്മേ, അവന്റെ വ്യസനിച്ചുള്ള കിടപ്പ്. അയ്യ, ഈ പറയുന്ന ആൾ ഇത്ര ദിവസം വ്യസനിച്ചുള്ള കിടപ്പ് തന്നെയല്ലായിരുന്നു. ചെറുക്ക എന്റെ എന്റെ പൊന്ന്, നിങ്ങൾ രണ്ടാളും അടങ്ങിയിരിക്കോ? നിങ്ങൾ രണ്ടാളുടെയും മൂഡ് ഇപ്പൊ ശരിയല്ല. ഇനി സംസാരിച്ചാൽ തർക്കം വഷളാവും. വേണ്ട, നിർത്തിക്കോ. നീ പടവലത്ത് പോകുന്നില്ലയോ? എനിക്കിപ്പോ ഒന്നിനും വയ്യ. അപ്പൊ നീ പടവലത്ത് പോണില്ലേ? അങ്ങനെയാണെങ്കിൽ തൃപ്പൂണിത്തറയിലേക്ക് ഞാൻ ബൈക്കിൽ പൊക്കോളാം. അമ്മായിക്ക് ബസ് കയറി പോകൂടെ? ഹലോ, എന്നാ പിന്നെ നിനക്ക് ബസ്സിന് പോയിക്കൂടെ പടവലത്തേക്ക്? വല്ലാത്ത കഷ്ടമല്ലേ അത്? ഞാൻ എവിടെ പോണില്ല, ഞാൻ ഈ വീട്ടിൽ തന്നെ കാണും. പ്രശ്നം കഴിഞ്ഞില്ലേ? അല്ല പിന്നെ ആര് ഫ്രണ്ടിൽ കയറിയെന്നോളൂ. ചെറുക്കന്റെ അഹങ്കാരം കണ്ടില്ലേ? ഈ വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തിന്നോ വേണ്ടടാ. എടാ പാവോടെ. ഓ ശരി, വേണ്ട. പ്രശ്നം കഴിഞ്ഞില്ലേ? എന്തോന്ന് കാര്യം ചെയ്യത്തൂല, എന്നിട്ട് മറ്റുള്ളവരുടെ മെക്കിട്ടു. ഓ മെർലിനെ, നീ പറയണാക്കി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ നിസ്സഹായനാണ്. നീ പിന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും മാർഗം പറയാന്ന് പറഞ്ഞ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. ഓ പിന്നെ താമ്പോ മനസ്സ് മാത്രമേ സമ്മതിക്കേ? അല്ല പിന്നെ ഞാൻ എന്തിനു പറയേ? ഓ ശരി, പിന്നെ വിളിക്കാം. ഓ ബിസി ആണെങ്കിൽ വെച്ചോ, ഞാനല്ല വേറെ എന്തിനു? നമുക്ക് വേറെ വേലയൊന്നും ഇല്ലല്ലോ ഇവിടെ. ശരി. கேசு இத பாரு, லெச்சு வந்து கிச்சன்ல வந்து சத்தம் போட்டா. എന്തിനു സത്തം പോട്ടാ? பொருள் எல்லாம் நான் போய் வாங்க கூடாதா, നീയേ പോയി വാങ്ങണം എല്ലാം சொல்லிட்டு. ഇത് വല്ലാത്ത കഷ്ടമല്ലേ ഇതിപ്പം? ഇതിപ്പോ എന്തിനാണ് ഞാൻ തന്നെ പോയി മേടിക്കണം നിർബന്ധം? അല്ല ചേച്ചിക്കാരും പോയി മേടിച്ചൂടെ? நீ வந்து இங்க ஒரு ஆண் குழந்தை தானே, அதனால நீ போகணும்னு சொல்ற போல. അയ്യോ, ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ അങ്ങനെ ആൺകുളന്താ പെൺകുളന്താന്നൊന്നും ഇല്ല, രണ്ടും ഒരേപോലെ അല്ലേ? മാത്രമല്ല അങ്ങനെയാണെങ്കിൽ കനാന്റെ പോയി സാധനം മേടിക്കുന്നയോ? അത് ഞാൻ താനേടാ. അതിന് മിണ്ടാണ്ടിരുന്നാ മതി. കേശുവേ, എന്താണ് പ്രശ്നം? മര്യാദയ്ക്ക് ചേച്ചിയുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കീയും വാങ്ങി പോയി പെട്രോളും അടിച്ച് വാങ്ങാനുള്ള സാധനവും വാങ്ങി പടവലത്തും പോയിട്ട് വീട്ടിൽ കയറി പോച്ചല്ലേ. ആഹാ, അതുകൊണ്ട്
ഞാൻ ഒന്നും പറയില്ല, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ. ഇനി ഒരു മനുഷ്യന് എല്ലാ സമയവും ഒരേ സ്വഭാവവും ഒരേ മാനസികാവസ്ഥ ആയിരിക്കില്ല. മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് പെരുമാറാൻ നിങ്ങളൊന്ന് പഠിക്കുവോ? അല്ലാതെ പിന്നെ വന്നിട്ട് ഓർഡർ ചെയ്താ ഉടനെ അതേപോലെ ചെയ്യാൻ നമ്മളാര്? എന്നെ കൊണ്ടൊന്നും പറ്റൂ. ഒന്നങ്ങ് പറയണോ, ആജ്ഞാപിക്കണോ? ഇവിടെ വാടാ, അങ്ങോട്ട് പോടാ, പോ. കേശു പതുക്കെ പറ. ചേച്ചി പിന്നെ ചേച്ചി മിണ്ടാണ്ടിരിക്കും. ചേച്ചി വന്നാ എനിക്കിപ്പോ എന്താ കിടന്ന് പുറകടെ? லெச்சு நீ அந்த பக்கம் தானே இருந்த, நீ எப்படி இந்த பக்கம் வர? அந்த இந்த பக்கம் வராൻ പാടില്ലേ? அப்படி இல்ல இல்ல, அவன் சொல்லிட்டு இருக்கான் மத்தியானத்துக்கு மேல அவன் போய் எல்லா பொருளும் வாங்கிட்டு வரேன்னு. മധ്യാഹ്നത്തിന് മുന്നേ പോയി എന്താണ് കുഴപ്പം? നിന്റെ അടുത്ത് നടന്നു പോയി സാധനം പഠിക്കാനല്ലല്ലോ പറഞ്ഞത്, വണ്ടി കൊണ്ട് പോരല്ലേ പറഞ്ഞത്? ഞാൻ വണ്ടി ഇനി എടുക്കണില്ല, പ്രശ്നം കഴിഞ്ഞില്ലേ? നീ വണ്ടി എടുക്കുകയും ചെയ്യും, വണ്ടിയും കൊണ്ടും കടയിലും പോവും, പടവലത്തും പോയിട്ടേ വരത്തുള്ളൂ. നിനക്ക് തോന്നുമ്പോ വണ്ടി വേണം, തോന്നുമ്പോ വണ്ടി വേണ്ട. ആ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല. ഓ ശരി, കേട്ട്, എല്ലാം കേട്ട് ഞാൻ. കേക്കണം, കേട്ടേ പറ്റത്തുള്ളൂ. നിന്റെ അഭിപ്രായം എന്നോട് ആരെങ്കിലും ചോദിച്ചാ? ഇല്ലല്ലോ. എന്റെ അഭിപ്രായം ആരും ചോദിക്കില്ല, അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. എനിക്ക് അങ്ങനെ സ്ഥലത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ നിന്റെ ചേച്ചിയാണെങ്കിലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേട്ടേ പറ്റത്തുള്ളൂ. പറ്റില്ലെങ്കിൽ ഇപ്പൊ പറയടാ, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ചു കേസു அப்படியெல்லாம் சொல்ல மாட்டான். അവൻ പറയില്ല, പറയണെങ്കിലേ അവൻ കുറച്ചും കൂടെ അങ്ങ് മൂക്കണം. ചേച്ചി മതി, നിർത്ത്. കുറെ നേരം അവനെ ചീത്ത പറയുന്നത്. അവനും അവൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ, അത് നമ്മൾ വേണ്ട മനസ്സിലാക്കാൻ. ആണോ? അങ്ങനെയാണെങ്കിൽ പാറുവിന്റേതായ പ്രശ്നങ്ങളുണ്ട് എന്നും പറഞ്ഞ് അവളെ അവളുടെ വഴിക്ക് വിടാൻ പറ്റുമോ? നിന്നെ നിന്റെ വഴിക്ക് വിടാൻ പറ്റുമോ? ഇവനെ അത്ര വലിയ പുരുഷനൊന്നും ആയിട്ടില്ലല്ലോ, ഒരു സ്റ്റുഡന്റ് അല്ലേ. ആദ്യം ഇവൻ വളർന്ന് പന്തലിക്കട്ടെ, എന്നിട്ട് ഇവന്റെ കാര്യങ്ങൾ അങ്ങ് തീരുമാനിച്ചോട്ടെ. കേശ വഴക്കുണ്ടാക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ ഒരു കാര്യം പറയാം, ഏതെങ്കിലും നിന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് കുറച്ച് പെട്രോൾ മേടിപ്പിക്കും, എന്നിട്ട് കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പോവാ, എന്നിട്ട് ആ പടവലത്തും പോവും. பாவம் கேசு. പാവം കേശു. എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്താണ് ചെറുക്കൻ ഈ അവസ്ഥയിലെത്തിയത്. അതിനൊരു കാരണക്കാരി ഞാനും കൂടെയാ. എന്താ നോക്കണേ? ഒന്നുമില്ല. ഒന്നില്ലെങ്കിൽ അവൻ നന്നാവണം, അല്ലെങ്കിൽ ഞാൻ നന്നാവണം. എന്റെ ചേച്ചി അതൊന്നും അല്ല കാര്യം. അവന്റെ പ്രശ്നം അതൊന്നും അല്ല. അവന്റെ മൊത്തത്തിൽ അത്ര ഓക്കെ അല്ല. ഇതിനിടയിൽ നമ്മളോട് ചീത്ത പറഞ്ഞ എങ്ങനെയാ ചേച്ചി? തൽക്കാലം പൊന്നുമോളുടെ കാര്യം നോക്ക്. ചെല്ലൊരു വണ്ടി എടു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താ പോ. ചെറുക്കനെയും കൊണ്ട് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അതിന്റെ അകത്തേക്ക് കേറിയിരി. 24 മണിക്കൂർ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല നിനക്ക് ഇവിടെ. ഞാൻ ഫോൺ നോക്കണോണ്ട് ചേച്ചിക്ക് എന്താ പ്രശ്നം? തുറക്കുത്തരം പറഞ്ഞേണ്ടല്ലോ, കേക്ക് എന്റെ കയ്യിന്ന്. അയ്യോ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. പോരെ. ആ സാധനം മേടിക്കാൻ പോയ ആളെന്തിയെ? ഇവിടെ നിന്ന് ഒരുത്ത സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയില്ലേ, അവൻ എവിടെയെന്ന്? പെട്രോള് വാങ്ങി വണ്ടിയിൽ ഒഴിച്ച് അതും കൊണ്ട് കടയിൽ പോയി സാധനം വാങ്ങി വരുമ്പോഴത്തേക്കും ഇച്ചിരി സമയം എടുക്കും. എടാ ലച്ചു, അവൻ പടവലത്ത് പോണെങ്കിൽ ഞാൻ അവന്റെ കൂടെ പോകും, ഇല്ലെങ്കിൽ ഞാൻ വണ്ടിയും കൊണ്ട് തൃപ്പൂണിത്തറ പോട്ടാ. അതിനമ്മായി ചോദിക്കണം, എന്നിട്ട് വണ്ടി എടുത്തോ? ആ വണ്ടി ഇവിടെ എല്ലാവരുടെയും വണ്ടി പോലെയല്ലേ. ആ അവൻ വന്നെന്ന് തോന്നുന്നു. ചേച്ചി, അവൻ കയറി വരുമ്പോഴത്തേക്കും ചുമ്മാ പടവലത്ത് പോണ കാര്യം പറയരുത്. എന്താ പറഞ്ഞ? പറയണ്ട, അത്രേ ഉള്ളൂ. ഞാൻ പറയും, എന്തെങ്കിലും പോയി കാണിക്കുമോ? ഒന്ന് തന്നായിട്ടല്ല, പച്ചക്കറി വലിച്ചെറിയണം. കേശേ, എടാ അടുത്ത് കിച്ചണിൽ കൊണ്ടുപോയി. ഓ, ഇനിയിപ്പോ മാഡം പറഞ്ഞിട്ട് വേണം അവനത് കേക്കാൻ. എന്താ ചേച്ചി, ഞാനത് കൊണ്ടുവന്ന് എറിഞ്ഞൊന്നുമല്ലല്ലോ, കൊണ്ടുവന്ന് വെച്ചല്ലേ. അയ്യോ, മോന്റെ വെക്കലൊക്കെ നമ്മൾ കണ്ട്. കേസു ഇതിൽ എല്ലാ പൊരുളും ഇരിക്കാടാ? ആന്ന് എനിക്ക് അതിനോട് നോക്കണം. എന്തോന്നാണ് നീ ഇങ്ങനെ സംസാരിക്കണേ? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാണ്? എന്റെ മൂഡ് ഇപ്പൊ ശരിയല്ല. മൂഡ് അനുസരിച്ചല്ലേ ഓരോ ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അയ്യോ, ഇവിടെ ബാക്കിയുള്ളവരുടെ മൂടൊക്കെ പോകുമ്പോ നമ്മൾ കാണാറുണ്ട് ഇവിടെ കൊണ്ടാടണത്. കൂടുതൽ കൊള്ളിക്കല്ലേ. മോനൊരു കാര്യം ചെയ്, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചേട്ടെ പടവലത്ത് പോയിട്ട് ആ റബ്ബർ ഷീറ്റ് ഒക്കെ കൊണ്ടേ വിൽക്കി, എന്നിട്ട് അവിടെയുള്ള തേങ്ങ ഉണ്ടല്ലോ അത് മൊത്തം പൊതിച്ചോണ്ടിങ്ങുവാ. ചേച്ചി, ഇന്നിനി ഇവനെ പടവലത്ത് വിടണ്ട. ഇവിടെ നട്ടുച്ച വെയില, പാവമുണ്ട്. അവൻ നാളെ രാവിലെ പൊക്കോളും. പോയില്ലടാ, അവൻ പൊക്കോളും. ഇന്ന് പോയ എന്താണ് കുഴപ്പം? ഓ, ഇനി അതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാനൊരു കാര്യം പറയാം, പടവലത്തുള്ളതൊക്കെ നിങ്ങൾക്കുള്ളതാ. അത് ഉത്തരവാദിത്വത്തോടെ നോക്കി നടത്തേണ്ടുന്ന ചുമതല നിങ്ങൾക്കുള്ളതാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. കേശേ, അമ്മ പറഞ്ഞത് കാര്യമാണ്. നമ്മളിവിടുത്തെ മെയിൻ വരുമാനം പടവലത്തെന്നാണ്.
അപ്പൊ നമ്മൾ ശ്രദ്ധയോടെ കൂടി നോക്കണം. കേശുവിന് ഇപ്പൊ എവിടെ ശ്രദ്ധ? കേശുവിന്റെ ശ്രദ്ധയൊക്കെ ഇപ്പൊ പലതും പല കാര്യത്തിലാണല്ലോ. എന്റെ അമ്മൂമ്മ കേശുവിന്റെ മനസ്സൊക്കെ മാറിപ്പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഒന്നും പറയില്ലെന്നാ പറഞ്ഞോണ്ട് എന്റെ അഞ്ചത്തേർ കളിക്കല്ലേ. കൂടുതൽ ഷോ അടിച്ചോണ്ടല്ലോ. എടാ നിന്റെ എല്ലാ കാര്യത്തിലും വളം വെച്ച് തരുന്ന ആളല്ലേടാ ഞാൻ. എന്നിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ ഇനി നീ എന്തെങ്കിലും വില തന്നിട്ടുണ്ടോ? ഓ തന്നെ ചേച്ചി ഇതുവരെ പറഞ്ഞിരുന്നു, ഞാൻ വില തന്നിട്ടില്ല, ഇനിയോട്ട് തരാനും പോണില്ല. പ്രശ്നം കഴിഞ്ഞില്ല. ഇനി ഇതിന്റെ പേരും പറഞ്ഞോണ്ട് എന്റെ അഞ്ചത്തോലെ കയറാൻ വന്നാ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് പോയത്. சொல்றத கேளு. இன்னைக்கு நீ அவங்கிட்ட ஒன்னும் பேச வேண்டாம். பேசினா சரியாகாது. എന്നെ അനുസരിക്കാതെ അവൻ ഈ വീട്ടിൽ നിൽക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. ആരാണെന്ന് ചേച്ചി നാരായൺ കേശു. എടാ ചേച്ചിക്ക് എന്ത് ചേച്ചി, ചേച്ചിക്ക് എന്തിനാണ് വേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെയും മൂഡ് ശരിയല്ല. ദൈവത്തോർത്തൊന്നും മിണ്ടാണ്ടിരിക്കും. എന്റെ മൂട്ടിന് കുഴപ്പമൊന്നുമില്ല, ഇവരാണ് പ്രശ്നം. എന്റെ കേശുവെ, നീ മെർലിന്റെ വിഷയത്തിൽ ഡ്രസ് പഠിച്ചിരിക്കുവാണെങ്കിൽ നീ അതങ്ങ് വിട്ടിക്കാളാ. ഞാൻ പറഞ്ഞ നീ പറയണ്ട, പക്ഷെ നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എടാ നമുക്ക് ഇവിടെ നമ്മുടേതായ കാര്യങ്ങൾ തന്നെ എന്തോരം ചെയ്തു തീർക്കാനുണ്ട്. നിന്റെ പഠിത്തം, പാർക്കുട്ടിയുടെ പഠിത്തം, അതുപോലെ തന്നെ ശിവാനിയുടെ പഠിത്തം, പിന്നെ പടവലത്ത് അപ്പൂപ്പൻ ഉണ്ടാക്കിയേക്കുന്ന ഒന്നും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാനും പറ്റില്ല. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പടവലത്തെ പറമ്പ് മര്യാദയ്ക്ക് നോക്കുവാണെങ്കിൽ ഒരു മാസം നമുക്ക് എത്ര വരുമാനം കിട്ടുമെന്ന്. ഇപ്പൊ പഴയതുപോലെ അല്ല. അച്ഛനെ അമ്മേനെ നമുക്ക് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കേശുവേ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കേൾക്കുമ്പോൾ ചെറിയ വിഷമമൊക്കെ തോന്നും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടുന്ന് പടവലത്തേക്ക് പോവാ. എന്നിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും അവിടെ നിന്നിട്ട് തിങ്കളാഴ്ച അവിടെ നിന്ന് കോളേജിൽ പോയിട്ട് കോളേജ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അതാകുമ്പോഴത്തേക്ക് നിനക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാലോ. നീയല്ലേ പണ്ടെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നേ പടവലത്ത് പോയിട്ട് അവിടെ കുറെ കിളക്കണം എന്നാ മറക്കണം എന്നൊക്കെ. അതൊക്കെ എന്തായി? ആ ആവേശമൊക്കെ പോയാ? കേശുവേ, ഇവള് പറയണതിൽ കാര്യമുണ്ട് കേട്ടോ. ഇവള് പറയണ രീതി ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും, പക്ഷെ അവള് പറയണത് കാര്യമാണ്. നമ്മൾ പടവലത്തിലെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ വീടും നശിക്കും, കൃഷിയും നശിക്കും. അപ്പൊ ചേട്ടൻ വെള്ളിയാഴ്ച പോയിട്ട് തിങ്കളാഴ്ച ഇങ്ങോട്ട് വരത്തുള്ളോ? വേറെ എന്ത് വേണം? വീട്ടിൽ അടയിരിക്കണോ? ചേച്ചി ചേച്ചി ഇപ്പൊ പറഞ്ഞ ഐഡിയ ഒക്കെ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എന്നെ കൊണ്ടോ നടക്കൂല. കാരണം എനിക്ക് മനസ്സിനൊരു സുഖമില്ല ചേച്ചി, മൈൻഡ് ശരിയല്ല. മൈൻഡ് ശരിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നേ. എടാ മെർലിന്റെ കാര്യത്തിൽ നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും നീ അത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓ ശരി, ചേച്ചി പറയുന്നതിന് ഞാൻ വില കൽപ്പിച്ചില്ല എന്ന് വേണ്ട. ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞേ? വെള്ളിയാഴ്ച പോലെ തിങ്കളാഴ്ച വരെ. തിങ്കളാഴ്ച വരെ അതാക്കണ്ട. ഞാൻ ഇന്ന് തന്നെ പോണു. ഞാൻ ഇന്ന് തന്നെ പടവലത്ത് പോണ. ഒന്നുമില്ല, ഞാൻ ഇന്ന് തന്നെ പടവലത്ത് പോണ്. ഞാൻ ഇനി അവിടെ തന്നെ ആയിരിക്കും എന്റെ താമസം. എന്നെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ നടക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അവിടെ നിന്ന് വരാം. ശരി, ഞാൻ പടവലത്ത് പോണ. അതെ അതെ അതെ. പിന്നെ ഒന്നുമില്ല. അതെ, ഇത് ആരോടുള്ള വാശി തീർക്കാനൊന്നും അല്ല. എനിക്കങ്ങനെ പറയാൻ വന്നു, ഞാൻ അങ്ങനെ പറയണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ചെയ്യണത് കറക്റ്റ് എന്ന് എനിക്ക് തോന്നണം. ചേച്ചി പറഞ്ഞത് ഉള്ള കറക്റ്റ് കാര്യമാണ്. ഞാൻ പടവലത്ത് തന്നെ പടവലത്ത് അമ്മ ഞാൻ പടവലത്താണ് കേട്ടാ. എന്നെ കാണണമെങ്കിൽ പടവലത്ത് വന്നാൽ മതി ആർക്കായാലും. டே கேசு, நீ என்னடா சொல்ற? நீ இல்லாம எனக்கு இந்த வீடு நினைக்கவே முடியாது. ചേട്ടാ പോവണ്ട. അല്ല മക്കളെ പാർവ, ചേട്ടൻ പോയേ പറ്റുള്ളൂ. ചേട്ടൻ പോയാലേ ശരിയാവുള്ളൂ. ആൻറ്റി, ചില മാറ്റങ്ങള് നമ്മള് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ, എന്നാലേ ശരിയാവുള്ളൂ. അല്ലേ ചേച്ചി? ചില മാറ്റങ്ങള് ജീവിതത്തിന് അനിവാര്യമാണ്. ലച്ചു, അവനിപ്പോ ഒറ്റയ്ക്ക് പടവലത്തോട്ട് പോയാ? അത് കുഴപ്പമില്ല അമ്മൂമ്മേ. 2-3 ദിവസം അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും അവന് ബോറടിക്കും. അപ്പൊ തിരിച്ചിങ്ങ് വന്നോളും. നീ എന്തിനാ നോക്കി പഠിപ്പിക്കണേ? ഒന്നുമില്ല, നോക്കാനും പാടില്ല ഇപ്പൊ ഈ വീട്ടില്. ചേച്ചി, അമ്മൂമ്മ, എൻ്റെ ചെലവിനുള്ള കാശേ ഞാൻ നമ്മുടെ പടവലത്തെ വിറ്റുവരവിന്ന് എടുത്തോളാം കേട്ടാ. കേശു, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരാടോ. ഇല്ലമ്മ, ഇനി ആലോചിക്കൊന്നുമില്ല. ഈ പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ചേച്ചിയും പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഞാൻ തിരികെ നിങ്ങളെ പാറുവേ പോട്ടോട്ടാടാ.
ഡേ നില്ല്. പോവാറങ്ങിയോ? ആ എന്നാ ഞാനും കൂടെ വരാം. നീ ഇതിങ്ങോട്ട് വരണ? ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കേശു എവിടെ ഉണ്ടോ അവിടെ ശിവയും കാണും. പോവാന്നാ എങ്ങോട്ട് പോണ്? എന്റെ ദൈവം, ഇതെന്തൊരു കഷ്ടമാണ്. എടാ, നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടല്ല ഞാൻ എന്റെ ഭർത്താവിന്റെ വീട് വരെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിക്കണത്. പോവാൻ പോണ്. ബാഗ് അവിടെ പോയി. എടാ, നീ ഇങ്ങനെ ഡ്രസ് പഠിച്ചിരിക്കുന്ന കാണാൻ വയ്യാത്തതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ പടവലത്ത് പോകാൻ പറഞ്ഞത്. അതിപ്പോ ഇത്രയും വലിയ പ്രശ്നമായ അതിന്റെ ഇടയ്ക്ക് ഒരുത്തി കൂടെ പോവാൻ നിൽക്കുന്നു. കേശുവേ, നീ വല്ലപ്പോഴും പടലത്ത് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാ മതി. നീയൊന്നും ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ. നമ്മളിവിടെ ഒരുമിച്ചുള്ളപ്പോഴല്ലേ സന്തോഷമുള്ളൂ. അത് മാത്രം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ പിരിഞ്ഞിരിക്കണേ? പോവാൻ പറഞ്ഞേ അതല്ലേ ഞാൻ പറഞ്ഞ, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണ ചേച്ചിക്ക് കാണാൻ വയ്യാത്തോണ്ടാ. പടവലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിനക്ക് അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ നിന്റെ മനസ്സ് ഇച്ചിരി മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോവാൻ പറഞ്ഞേ. അല്ലാതെ ഇങ്ങനെ ബാഗും പണ്ടൊക്കെ ആയിട്ട് പോവാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് നിങ്ങളൊക്കെ കാണാതിരുന്ന മനസ്സ് ശരിയാവൂ? ശരിയാവോ? ആവോ? 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 ആവില്ല അല്ലേ? അറിയാതെ അങ്ങനൊക്കെ പറഞ്ഞോണം. അയ്യോ അയ്യോ വേറെടുത്തി ഇറങ്ങണ്. അയ്യോ ഞാനും പറഞ്ഞു. നീ എവിടെ പോയാല് എവിടെ പറയുന്നത്? പറഞ്ഞോണ് പോയാലും ഓരോന്ന് വരുമ്പോക്ക് ഞാൻ അങ്ങനെ എവിടെയും വിട്ടിട്ട് പോവോ? പോവോടി? പോവോ? ഇല്ല. പോവോ? എന്ത് വേറൊരുത്തിയാണെങ്കിലേ ഒന്നും പറയാനില്ലാതെ നിന്റെ ഐസായിട്ട് ഉറഞ്ഞൊക്കെ നിക്കല്ലേ. LG കായം ഇപ്പോൾ 20% മോർ കായമെന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.